അസ്സലാമലൈക്കും. നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഒരു ഈദ് മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ലേറ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്, കാരണം കുറേ തിരക്കുകളൊക്കെ കാരണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി താമസിച്ചു. അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാനും താമസിച്ചു പോയി. അങ്ങനെ ഞാൻ ഇന്ന് ഒരു ഈദ് മേക്കപ്പ് ലുക്ക് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തതെന്ന് ഞാൻ കാണിക്കുവാണ്. അപ്പം ഞാൻ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത്, കാരണം ഇല്ലെങ്കിൽ കുറേ ലെങ്ത് ആയിട്ട് പോകും. അപ്പോൾ ചിലർക്ക് സമയം ഉണ്ടാവില്ല, ചിലർക്ക് കാണാനായിട്ട് ബോറായി ചില കുറേ ലെങ്ത് ഉണ്ടാകുമ്പോൾ കാണാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി ലെങ്ത് കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു ലുക്ക് കണ്ടു നോക്കുക കേട്ടോ. അപ്പം ലാസ്റ്റ് വരെ ഈ ഒരു ലുക്ക് കാണാൻ ഞാൻ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നതൊക്കെ. ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ചെക്ക് ചെയ്യാന്നല്ല, കാണുക. ഓക്കെ, അവസാനം വരെ കാണുക. ഞാൻ എന്തായാലും ഇത് ഇൻട്രോ പറയുന്നത് അവസാനമാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫുള്ള് ഇതായിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക. അങ്ങനെ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് സെറ്റ് ആയതിനു ശേഷം ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇടുകയാണ്. ഇത് ന്യൂട്രിജിനേര പുതിയൊരു മോയ്സ്ചറൈസറാണ്. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് തന്നെ 400 സംതിങ് രൂപയാണ്. അപ്പോൾ ഞാൻ ഇതൊരു മോയ്സ്ചറൈസർ ജെല്ലാണ്, അത് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഇത് നൈറ്റാണ് എടുക്കുന്നത്, എന്നാലും പുറത്തൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തത്. അപ്പോൾ നന്നായിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനുശേഷം ഞാനാണെങ്കിൽ ഐബ്രോസ് സെറ്റ് ചെയ്യുക. ഞാൻ മാഴ്സിൻ്റെ ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ഇതെൻ്റെ രണ്ടാമത്തതാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കണ്ണാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പണ്ട് മുതൽ എൻ്റെ ഈ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം കണ്ടപ്പോൾ വീണ്ടും ഞാനത് വാങ്ങിച്ചതാണ്. അങ്ങനെ ഞാൻ ഐബ്രോ നന്നായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. എൻ്റെ ഐബ്രോ ഏകദേശം നല്ല രീതിക്ക് തന്നെ നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുന്നതേ ഉള്ളൂ. നന്നായിട്ട് 2 ഐബ്രോസും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ ബാക്കിലെ സ്പൂളി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കൺസീലർ, സ്വിസ് ബ്യൂട്ടിയിലെ കൺസീലറാണ്, അത് വെച്ച് ചെറുതായിട്ടൊന്ന് കണ്ണിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ട് എന്നിട്ട് കൈ വെച്ച് തന്നെ കണ്ണിലിങ്ങനെ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഐബ്രോസിലോട്ട് പോകുന്നുണ്ട്. കാണിച്ചു തരാം. ഓക്കെ, ഐബ്രോയിൽ ഞാൻ ഐബ്രോ ഒന്ന് കറക്റ്റ് ചെയ്യുവാണ്, ഡിഫൈൻ ചെയ്യുന്ന സംഭവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത് വീഡിയോയിൽ. അപ്പം ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഐബ്രോ നന്നായിട്ട് തന്നെ ഫേസിലിങ്ങനെ എടുപ്പ് വരും കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ട് ആദ്യം ഞാൻ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ നോക്കി, പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ കൈ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആയി കിട്ടും കേട്ടോ. അവിടെ ഇവിടെ ഒന്നും ഇരിക്കത്തൊന്നുമില്ല, നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആവും. നമ്മുടെ കയ്യല്ലേ, നന്നായിട്ട് ബ്ലെൻഡ് ആയിക്കോളും. അപ്പോൾ ഞാൻ താഴെ മേലും കൺസീലർ യൂസ് ചെയ്തിട്ട് ഡിഫൈൻ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് എനിക്ക് സമാധാനം വരാണ്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു വ്യത്യാസം കണ്ടില്ലേ. അതിനുശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു മാക്കിൻ്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഇത് ചെറിയ ബോട്ടിലാണ്, ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. എൻ്റെ ഷെയ്ഡ് 35 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഞാൻ വിചാരിച്ചു വരുന്നില്ലയോ, പറ്റി പോകണമെന്ന്, പക്ഷെ വന്നു കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ, കുറച്ചെടുത്തിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കഴുത്തിലോട്ടും അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ അല്ലെങ്കിൽ ഫേസും അതുപോലെ തന്നെ കഴുത്തും വേറെ ആയിട്ടിരിക്കും. എന്നിട്ട് ഞാനാണെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതും ഞാൻ മാറ്റിയിട്ട് കൈ കൊണ്ട് എന്നെ അങ്ങ് ബ്ലെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു സുഖം കിട്ടിയതുപോലെ അങ്ങനെ ഞാൻ കൈ കൊണ്ട് തന്നെ ഫുള്ള് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കറക്റ്റ് ഷെയ്ഡാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ കറക്റ്റ് ഷെയ്ഡ് എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, സെറ്റായി. അതിനുശേഷം ഞാനാണെങ്കിൽ ഇബേൻ്റെ മസ്കാര ഐ ഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിലൊരു ഗ്രീൻ കളർ എടുത്തിട്ട്, എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രീനാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രീൻ കളർ എടുത്തിട്ട് ചെറുതായിട്ട് ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് ഞാനിങ്ങനെ ഔട്ടർ കോർണറിൽ ഇട്ടിട്ട് അത് ഇന്നർ കോർണറിലോട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരുന്നുണ്ട്. അതിനുശേഷം എൽഫിൻ്റെ പാലറ്റിൽ നിന്ന് ഒരു ചെറിയൊരു ലൈറ്റ് ഗോൾഡ് ഷെയ്ഡ്, ആ ഒരു ഗോൾഡ് എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ഗ്ലിറ്റർ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഗ്ലിറ്റർ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, എടുത്തിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും ചെയ്ത് കൊടുത്തു. അതിനുശേഷം മാക്കിൻ്റെ തന്നെ ചെറിയൊരു കാജലാണ്
അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട്. ഇത് മിനിയാണ്, ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഞാനങ്ങനെ കാജലൊന്നും യൂസ് ചെയ്യാത്ത ആളാണ്, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ണി കുത്തിയോ എന്നൊരു ഡൗട്ട്, അതങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നത്. അതിനുശേഷം എസെൻസിൻ്റെ മസ്കാരയാണ് ഇത്. റാഫിക്ക് എനിക്ക് ദുബായി പോയിട്ട് വന്നപ്പോൾ, ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞതാണ്, ദുബായി പോയിട്ട് വന്നപ്പോൾ എനിക്ക് കൊണ്ടുതന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ലാഷ് തോന്നിക്കും. അതിനുശേഷം ഞാൻ ബ്ലഷ് ഇടുന്നുണ്ട്. ഇതും റാഫിക്ക് കൊണ്ടുവന്നതാണ്. ഇത് ഏതിൻ്റെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല ബ്ലഷ് ആയിരുന്നു. അത് ഞാൻ നന്നായിട്ട് തന്നെ ബ്ലഷ് ഇടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൽ നല്ല ബ്ലഷ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പം കുറച്ചായിട്ട് ബ്ലഷിനോടൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്ലഷ് നന്നായിട്ട് 2 കവളിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ചുമന്ന് വെയിലത്ത് പോയി നിന്ന പോലെ ചുമന്നിട്ടുണ്ട്. ചിലർക്ക് നാച്ചുറലായിട്ടൊക്കെ വരും, എനിക്കങ്ങനെ നാച്ചുറൽ വരാറില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടാറുണ്ട്. അതിനുശേഷം റാഫിക്ക് എന്നെ കൊണ്ടുവന്ന എസെൻസിൻ്റെ ഹൈലൈറ്റർ പാലറ്റാണ്. അതിൽ 3 ഷെയ്ഡുണ്ട്. അതിലൊരു ലൈറ്റ് ഗോൾഡ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് നെറ്റിയിലും കവളിലും പിന്നെ താടിയിലും മൂക്കിലൊക്കെ നന്നായിട്ട് തന്നെ എന്താ പറയുക ഇട്ട് കൊടുക്കുന്നുണ്ട് ഹൈലൈറ്റർ. അതിനുശേഷം ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട്. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ലിപ്പ് ലൈനറാണ്. ഒറ്റ സെറ്റായിട്ട് കിട്ടും. അതിൽ 12-14 ഷെയ്ഡുണ്ട്. അതിൽ നിന്നൊരു റെഡ് ഷെയ്ഡ് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഇൻസൈറ്റിൻ്റെ മസ്കാര കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലിപ്സ്റ്റിക്കാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു ഷെയ്ഡാണ്. അപ്പം അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അഫോർഡബിളും കൂടിയാണ്. പിന്നെ അതിനുശേഷം ഈ ഒരു നെക്ക് ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പക്ഷേ ഇത് പുറത്ത് അങ്ങനെ ഇടാറില്ല. ഇൻഷാ അള്ളാ ഞാൻ ഇതിനി പുറത്തിട്ടുകൊണ്ട് പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബ്ലൂ കളർ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്, പക്ഷേ ഞാൻ അക്കൗണ്ടൊക്കെ ഇൻസ്റ്റയിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതിനുശേഷം ഈ ഒരു കമ്മൽ ഇടുന്നുണ്ട്. ഏകദേശം ഇതിന് മാച്ച് ആവുന്ന കളർ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ലാസ്റ്റ് മിനിറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. താങ്ക് യു.